Next is structure of fructose. Last class we have seen structure of glucose. Appo idile fructose we are starting with CH2OH. Glucose la aditha group edayirunnu. Adya nammal ezhudhiya group edayirunnu glucose le. Ormenda first edayirunnu glucose il vannathu. Aldehyde ആയിരുന്നു അല്ലേ aldehyde ആയിരുന്നു ending with primary alcohol. This is starting and ending with alcohol. So 6 carbon 1 2 3 4 5 and 6. So here first and last is CH2OH group, because as you know fructose is a ketone. Keto group can't exist in the end positions. Endil ketone varilla adondu ivide aldehyde alla. Ini nammal munpu cheytha pole thanne right left second il ketone kittiyo. So first and last is CH2OH, then from bottom right left, then there is a keto group. Then wherever you don't have valency satisfied, here that you will put H. Ivide kodakanda karyamilla because idinte valency already 4 ആയി. Got it? കിട്ടിയോ? കൂടെ വരയ്ക്കുക. So from where you will start numbering? കൂടെ വരയ്ക്കുക മിസ്സിന്റെ കൂടെ വരയ്ക്കുക. എവിടുന്നാണ് നമ്മൾ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക? ടോപ്പിൽ നിന്നാണോ ബോട്ടത്തിൽ നിന്നാണോ? Depends upon the priority. Top കാരണം keto group ആണ് ഇവിടെ ഉള്ളത്. ആൽക്കഹോളിനേക്കാൾ priority ketone ഉള്ളതുകൊണ്ട് we will start from here 1 2 3 4 5 and 6. അവിടെ നമ്മൾ cyclization ചെയ്തത് ഏതൊക്കെ കാർബൺ തമ്മിലാണെന്ന് ഓർമ്മയുണ്ടോ? ഹെമിഅസെറ്റൽ ഫോർമേഷൻ ചെയ്തത് between which two carbon? Okay, number I am asking. Okay, good. 1 and 5. Our first aldehyde ഉണ്ടായിരുന്നു. That's why we did with 1 and 5. Here it is between 2 and 5. Between 2 and 5. Okay. അപ്പോൾ 2 and 5 കൊടുക്കുമ്പോൾ ഈ മുകളിലുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ CH2OH ഞാൻ ബ്രാഞ്ചിങ് ആയി കൊടുക്കണം. ടോപ്പിൽ എഴുതുന്നതിന് പകരം I am writing this side. Okay. So this is a second carbon. OH, third HOH, fourth OHH, fifth H, just like material ചെയ്ത പോലെ തന്നെ 2 and 5 the common oxygen and CH2OH. This is D or L. CH2OH adjacent carbon. OH is on right or left? Right or left? OH ഏതിലായിരുന്നു? CH2OH ന്റെ adjacent carbonൽ OH റൈറ്റിലാണെങ്കിൽ അതിന്റെ പേരെന്താ പഠിച്ചത്? D എന്നാണോ L എന്നാണോ പഠിച്ചത്? D. Then this ഇവിടെ ഫസ്റ്റ് കാർബൺ അല്ല, ഇവിടെ സെക്കൻഡ് കാർബൺ. സെക്കൻഡ് കാർബണിൽ OH ഗ്രൂപ്പ് റൈറ്റിലാണെങ്കിൽ ഇസ് ഇറ്റ് ആൽഫ ഓർ ബീറ്റ? അതിൽ ഫസ്റ്റ് ആയിരുന്നു, ഇതിൽ സെക്കൻഡ്. ദാറ്റ്സ് ഇറ്റ്. ഏതെങ്കിലും ഒരു കാർബണിനെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ ഫസ്റ്റ് കാർബണിലായിരുന്നു, ഇവിടെ സെക്കൻഡ് കാർബണിൽ. OH റൈറ്റിലാണെങ്കിൽ വാട്ട് വിൽ കോൾ? എന്ത് വിളിക്കാം? ആൽഫ. സോ ദിസ് ഇസ് കോൾഡ് ആൽഫ ഡി fructose. This is called alpha D fructose. Now ഇതിന്റെ ബീറ്റ എഴുതണമെങ്കിൽ ഏതാണ് ഞാൻ മാറ്റേണ്ടത്? ഇതിന്റെ ബീറ്റ എഴുതണമെങ്കിൽ ഏത് സ്ട്രക്ചർ ആണ് ഞാൻ മാറ്റേണ്ടത്? Tell me the number, which number carbon group's position I have to exchange. Second carbon. Very good. ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മാത്രം മതി. So C CH2OH OH, right? Then third one HOH. Fourth one OHH. Fifth one H, common oxygen and CH2OH. So what will be the name? This is called beta D fructose. അപ്പോൾ ഞാൻ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആകെ ഓരോ സ്ട്രക്ചർ മാത്രമേ പഠിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ആൽഫ പഠിച്ചു കഴിഞ്ഞാൽ ബീറ്റ എഴുതാൻ ഒരു പാടുമില്ല. ഗ്ലൂക്കോസ് ആണെങ്കിൽ ഫസ്റ്റ് കാർബണിലെ പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുക. ഫ്രക്ടോസ് ആണെങ്കിൽ സെക്കൻഡ് കാർബണിന്റെ പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, ക്ലിയർ? വരച്ചല്ലോ അല്ലെ? വരച്ചോ മക്കളെ?
ഓക്കെ, ഒരു 2-3 ക്ലാസ്സോടുകൂടി ഇത് അവസാനിക്കും. ക്ലാസ് കഴിയണമെന്ന് ആലോചിക്കുമ്പോ എന്താ നിങ്ങളുടെ ഫീലിംഗ്? ഭയങ്കര ഹാപ്പി അല്ലേ? ഇനി ഇതൊന്നും ഇത്ര നേരം 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും ലൈവ് ആയിട്ട് ഇരിക്കേണ്ടെന്ന് ആലോചിക്കുമ്പോ ഒരു സന്തോഷമില്ലേ മനസ്സിൽ? ഓക്കെ, now this we are going to convert into a ring structure. മറ്റേ ചെയ്ത പോലെ. മറ്റേ നമ്മൾ ഏത് സ്ട്രക്ചറിലേക്കാണ് കൺവേർട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? മിസ് ഒരു പേര് പറഞ്ഞു തന്നിരുന്നു. ഏത് സ്ട്രക്ചറിലേക്കാണ് കൺവേർട്ട് ചെയ്തത്? പൈറാനോസ്. ഇവിടെ നമ്മൾ ഫ്യൂറാൻ സ്ട്രക്ചറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ 6 മെമ്പേർഡ് റിംഗ് വരച്ചതിന് പകരം ഇവിടെ നമ്മളൊരു 5 മെമ്പേർഡ് റിംഗ് വരയ്ക്കുന്നു. ഓക്കെ, അത് പൈറാനോസ് ആയിരുന്നു, ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഹിയർ വി ആർ കൺവേർട്ടിംഗ് ടു എ 5 മെമ്പേർഡ് റിംഗ്. അപ്പൊ ഇവിടെ 2ഉം 2ഉം 5ഉം ആ കാർബൺ തമ്മിലാണ് ലിങ്കിങ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ റിംഗിൽ പൈറാനോസ് ഇവിടെ നമ്പർ കൊടുത്തത് 1 ആണ്, ഇവിടെ കൊടുക്കേണ്ടത് 2 ആണ്. 2, 3, 4 and 5. കിട്ടിയല്ലോ? Now 2, 3, 4 and 5. So this oxygen is connecting 2nd and 5th. കണ്ടോ? Oxygen is connecting 2nd and 5th. Clear? ഇനി നമ്മൾ എന്താ പറഞ്ഞത്? Groups which are present on the left hand side we should place to the top. അപ്പൊ ഇവിടെ CH2OH അല്ലെ? CH2OH, OH, തേർഡില് OHH, ഫോർത്തില് HOH, ഫിഫ്തില് നമ്മൾ പറഞ്ഞത് എന്താ? CH2OH group, CH2OH group be placed to the top. നന്ദന മോളെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ചെയ്തോണ്ടിരിക്കണോ? നന്ദന. So the 5th carbon you have an H hydrogen atom and CH2OH, and as I mentioned, if there is a CH2OH group it should be always placed to the top. ലാണ് ബോട്ടം എന്നാണ് മിസ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. Top. So it will be CH2OH and H. So its name will be alpha D fructofuranose. അവിടെ പറഞ്ഞത് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്, കാരണം ഗ്ലൂക്കോസിനെ പൈറാനിലേക്ക് മാറ്റി. ഇവിടെ ഫ്രക്ടോസിനെ ഫ്യൂറാൻ സ്ട്രക്ചറിലേക്ക് മാറ്റി. സോ ദാറ്റ് ഇസ് ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ബീറ്റ എഴുതാൻ ഇതുപോലെ തന്നെ എന്തുമാത്രം മാറ്റിയാൽ മതി? ഇതിന്റെ HOH മാറ്റിയാൽ മതി. സോ ഇറ്റ് വിൽ ബി OH, CH2OH, OHH, HOH, CH2OH. കണ്ടോ? ഇവിടെ മാത്രം നമ്മൾ ആ ഒരു റൂള് വയലേറ്റ് ചെയ്തു അല്ലെ? അതായത് നമ്മൾ പഠിച്ചത് ഇഫ് ദർ ഇസ് എ CH2OH ഗ്രൂപ്പ് ദ ബിഗർ ഗ്രൂപ്പ് ഷുഡ് ബി ഓൾവേസ് പ്ലേസ്ഡ് ടു ദ ടോപ്പ്. പക്ഷേ ഈ ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസും ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ പറയണത് ആകെ ആ പൊസിഷനിലുള്ള OHന്റെയും CH2OHന്റെയും ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ നമുക്ക് മാറ്റാതിരിക്കാൻ പറ്റില്ല. സോ ദിസ് വിൽ ബി ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. അപ്പൊ ഇതിൽ ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസിൽ മാത്രം CH2OH ഗ്രൂപ്പ് താഴെ വരുന്ന ഓർത്ത് വെക്കുക. Only in beta D fructofuranose the CH2OH group will be placed down. Clear ആയോ? ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായി ഡൈസാക്രൈഡ്സും പോളിസാക്രൈഡ്സിന്റെ എല്ലാം സ്ട്രക്ചർ കഴിഞ്ഞ വർഷം വരെ പഠിക്കാനുണ്ടായി. ഡൈസാക്രൈഡ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് it will be little more easier for you. Okay, clear? Okay, good. ഇനി ഈ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേ. അത് നിങ്ങൾക്ക് എൻട്രൻസുകാർക്കാണ് പ്രധാനം. നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. മോളിഷ്യസ് ടെസ്റ്റ്, ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്. എവിടെയെങ്കിലും കണ്ടോ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ്സ് എ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്. പേര് കണ്ടാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇറ്റ്സ് എ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്. അപ്പൊ അതില് നമ്മള് 2 റിയേജന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൽഫ നാഫ്തോളും പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ if you are getting a violet color that indicates the presence of carbohydrate. Okay, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മീൻസ് എൻട്രൻസ് അല്ലാത്ത കുട്ടികൾ നോട്ട് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നില്ല. കാർബോഹൈഡ്രേറ്റ് ടെസ്റ്റ് ആണ് മോളിഷ്യസ് ടെസ്റ്റ്. We are using with alpha naphthol and concentrated sulfuric acid, and if you are getting a violet color that indicates the presence of carbohydrate. Okay,
ഒന്നുകൂടെ പറയണം. അതായത് കാർബോഹൈഡ്രേറ്റ്, അതിപ്പോ നമ്മൾ മറ്റേ എന്താ പറയാ ഫീനോളിന് അമീൻസിനൊക്കെ ടെസ്റ്റ് പഠിച്ചില്ലേ, അതുപോലെ ഒരു ഗിവൺ കോമ്പൗണ്ട് കാർബോഹൈഡ്രേറ്റ് ആണോ എന്നുള്ള ടെസ്റ്റ് ആണ് മോളിഷ്യസ് ടെസ്റ്റ്. അപ്പൊ മോളിഷ്യസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ലിങ്സിലൊക്കെ ഓരോ റിയേജന്റ് ആഡ് ചെയ്യുന്ന പോലെ മോളിഷ്യസ് ടെസ്റ്റിൽ നമ്മൾ ആൽഫ നാഫ്തോളും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ മിക്സർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വയലറ്റ് കളർ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ക്ലിയർ ആയോ അഭിരാം? You are adding alpha naphthol and concentrated sulfuric acid, and if you are getting a violet color, that indicates the presence of carbohydrate. Is it clear? Yes. Okay. Then now, so with that carbohydrates are over. Now we are moving into proteins. Very important, proteins. വളരെ എന്താ പറയാ ബയോ കുട്ടികൾക്ക് ഇത് നത്തിങ് ന്യൂ. അവരിതിന്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളും പഠിക്കുന്നതാണ്. ബട്ട് എന്താ പറയാ ലൈക്ക് ഈവൻ കമ്പ്യൂട്ടർ സ്റ്റുഡൻസിന് അത്രയും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബയോ കുട്ടികൾ ഗ്രൂപ്പ് ലീവ് ചെയ്താൽ പോലും പ്രശ്നമില്ല, കാരണം അവർക്ക് അത്രയും നന്നായിട്ട് ഇതെല്ലാവരും ബയോളജിയിൽ പഠിക്കുന്നതാണ്. പക്ഷെ മേ ബി ബയോമിസ് പറയണ അത്ര ഒന്നും പെർഫെക്ഷൻ ഒന്നും എനിക്കുണ്ടാവില്ല, ഞാൻ ബയോളജി പഠിച്ചിട്ടില്ല. എന്നാലും ജനറലി പറയുമ്പോൾ അപ്പൊ ബയോക്കാർക്ക് ഒന്നും ഇതിൽ പുതിയതായിട്ട് അറിയാനുണ്ടാവില്ല. അപ്പൊ പ്രോട്ടീൻ എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ പ്രോട്ടിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പ്രോട്ടീൻ എന്നുള്ള ടേം വന്നത്. ഓക്കെ, പ്രോട്ടിയോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൽ നിന്ന്. അതായത് പ്രോട്ടിയോസ് ഇസ് നത്തിങ് ബട്ട് സംതിങ് ഇസ് വെരി പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈം ഇമ്പോർട്ടൻസ് എന്നാണ് അതിന്റെ മീനിങ് തന്നെ. പ്രോട്ടിയോസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് പ്രോട്ടീൻ എന്നുള്ള പേര് വന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് ബോഡിയിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബോഡിയിൽ പ്രോട്ടീൻ അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഫുഡ് എല്ലാം കഴിക്കുമ്പോൾ തന്നെ പ്രോട്ടീൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കുന്നത് പറയും അല്ലെ. ഇന്ന പ്രോട്ടീൻ കിട്ടണം നമുക്ക്, അത് ഫുഡിൽ നിന്നോ ബോഡിയിൽ ജനറേറ്റ് ചെയ്യുന്നതോ അങ്ങനെ പലതരത്തിലാവാം. അപ്പൊ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിമർ, അതായത് വളരെ വലിയ മോളിക്യൂൾ ആണ്. അപ്പോ പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. അതിന്റെ അർത്ഥം എന്താ? കുറെ അമിനോ ആസിഡ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നതിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ജോയിൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. സോ ദേ ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. ഇപ്പൊ നമ്മൾ പോളിത്തീൻ എന്ന് പറഞ്ഞാൽ എത്തിലീന്റെ പോളിമർ അല്ലെ. എത്തിലീൻ കുറെ എണ്ണം ചേരുന്നതിനാണ് നമ്മൾ പോളിത്തീൻ എന്ന് പറയാ. അതുപോലെ അമിനോ ആസിഡ് കുറെ എണ്ണം ചേരുന്നതിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയാ. അപ്പൊ എല്ലാ പ്രോട്ടീനിലും എസെൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ അമിനോ ആസിഡിലും, അപ്പൊ അമിനോ ആസിഡ് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് പ്രോട്ടീനിലേക്ക് പോവാം. ഏതൊരു അമിനോ ആസിഡ് എടുത്താലും അതിലൊരു NH2 ഗ്രൂപ്പ് ആൻഡ് COOH മസ്റ്റ് ബി ദർ. അമിനോ ആസിഡിന്റെ ഏത് സ്ട്രക്ചറിലും മിനിമം ഒരു അമിനോ ഗ്രൂപ്പും ഒരു ആസിഡ് ഗ്രൂപ്പും ഉണ്ടായിരിക്കണം. ഇറ്റ്സ് കമ്പൽസറി ദാറ്റ് in all amino acids there will be an amino group as well as an acid group ഉണ്ടാവും. ഓക്കെ, ഇനി ഈ അമിനോ ആസിഡ്സിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ അമിനോ ആസിഡ്സ്. ഓക്കെ, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ അമിനോ ആസിഡ്സ്. ഇപ്പൊ ഇതിൽ ആൽഫ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ എഴുതി RCH NH2 COH. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഗേവ് എ കോമൺ നൊട്ടേഷൻ. ആർ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം, ഹൈഡ്രജൻ ആവാം, ലൈക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം. ആർ എന്ന് പറഞ്ഞാല് എന്താ പറയാ ഒരു റെസിഡ്യൂ എന്നേ നമ്മൾ പറയുള്ളൂ. ഇവിടെ നമ്മൾ ആർ എന്ന് ഉദ്ദേശിച്ച് ജനറലി നമ്മൾ ഓർഗാനിക്കിൽ ആർ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണല്ലേ അർത്ഥം അല്ലെ മക്കളെ? ആർ എന്ന് പറഞ്ഞാൽ വി ജനറലി മീൻ ദാറ്റ് ഇറ്റ്സ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ്. പക്ഷെ ഇവിടെ അമിനോ ആസിഡ്സിൽ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെസിഡ്യൂ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് അത് ഏത് പാർട്ട് വേണമെങ്കിലും ആവാം, അതൊരു റിംഗ് ആവാം, സ്ട്രെയിറ്റ് ചെയിൻ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ സൾഫർ കണ്ടെയ്നിങ് പാർട്ട് ആവാം, നൈട്രജൻ കണ്ടെയ്നിങ് പാർട്ട് ആവാം. ലൈക്ക് ദാറ്റ് യു ഹാവ് സോ മെനി ഓപ്ഷൻസ് ഫോർ എൻ ആർ ഇൻ എൻ അമിനോ ആസിഡ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആസിഡിന്റെ ആൽഫ പൊസിഷനിലാണ് അമിനോ വരുന്നത് അല്ലെ. ആസിഡിന്റെ ആൽഫ കാർബണിലാണ് അമിനോ വരുന്നത്. ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? So amino group is present in the alpha position of this particular compound. That's why this is called alpha amino acid. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആക്ച്വലി ആൽഫ അമിനോ ആസിഡ്സ് ആണ്. അതുപോലെ ബീറ്റ ഉണ്ടാവാം, ഗാമ ഉണ്ടാവാം. ഈ കോമ്പൗണ്ട്സ് എല്ലാം നമ്മൾ വളരെ ഒരുപാട് പോളിമറിന്റെ പ്രിപ്പറേഷനിലെല്ലാം
എന്താ പറയാ നൈലോൺ 6 അല്ലെ നൈലോൺ 2 നൈലോൺ 6 അങ്ങനെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ആൽഫ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് അമിനോ ഗ്രൂപ്പ് ഇസ് പ്രസന്റ് ഇൻ ദ ആൽഫ പൊസിഷൻ. കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ ഫൈൻ. യെസ്. ഇനി മക്കളെ നോക്കുക. ഇനിയിപ്പോ മിസ് എന്താ ചെയ്യണേ നോക്കുക കേട്ടോ. അതായത് ഇവിടെ ഞാൻ 6 അല്ലേ കൊടുത്തത്. ഞാൻ ഈ 6 മാറ്റിയിട്ട് ഇവിടെ എച്ച് കൊടുക്കാൻ പോവാണേ. ഈ 6 മാറ്റിയിട്ട് ഇവിടെ എച്ച് കൊടുക്കാൻ പോവാണ്. ഈ 6 മാറ്റിയിട്ട് എച്ച് കൊടുത്താൽ ഈ കോമ്പൗണ്ട് ഇങ്ങനെയാവില്ലേ? NH2 CH2 COOH എന്നാവില്ലേ? ഇഫ് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് R by H, ആറിന് പകരം എച്ച് കൊടുത്തു. അപ്പൊ എന്തായി? CH2 ആയി NH2 COH. മനസ്സിലായല്ലോ? ആറിന് പകരം ഞാൻ എച്ച് കൊടുത്താൽ ദാറ്റ് ഇസ് NH2 CH2 COH. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈസീൻ. Glycine. This is called glycine, and this is the simplest amino acid. This is the simplest amino acid. Glycine is the simplest amino acid. കാരണം ഏതൊരു അമിനോ ആസിഡ് എടുത്താലും അതിലൊരു ആസിഡ് ഗ്രൂപ്പും ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ടാവും. ഒരു ആസിഡ് ഗ്രൂപ്പും ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ അതിന്റെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന് മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂലല്ലോ. ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ കാർബൺ ആറ്റം, റൈറ്റ്? അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കാർബൺ വരണം. അപ്പൊ അതിനേക്കാൾ ചെറുതായിട്ട് ഒരു അമിനോ ആസിഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. സോ ദിസ് ഇസ് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ആൻഡ് ദിസ് ഇസ് ദ ഓൺലി അമിനോ ആസിഡ് വിച്ച് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ദിസ് ഇസ്, ഓർത്തു വെക്കുക, ഗ്ലൈസീൻ ഇസ് ആൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവാനുള്ള കാരണം. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവാനുള്ള റീസൺ എന്തായിരിക്കും? എന്തായിരിക്കും മക്കളെ ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവാനുള്ള റീസൺ? ഒന്ന് ആലോചിച്ച് പറയേ. വെരി ഗുഡ്. നോട്ട് ചിറാൽ. ദിസ് കാർബൺ വെരി ഗുഡ്, എക്സലന്റ്. ഒരു കാർബണില് 2 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളത് കൊണ്ട് ഇതിന് കൈറാലിറ്റി ഇല്ല. ദാറ്റ്സ് വൈ ദിസ് ഇസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല. സോ ഇറ്റ്സ് ആൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്. അപ്പൊ ഗ്ലൈസീൻ മിസ് എഴുതിയേ, ഗ്ലൈസീൻ എഴുതി. അപ്പൊ അതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ GLY എന്നാണ് എഴുതുക. അത് ബയോക്കാർക്ക് അല്ലാട്ടോ പറയണേ, ബാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഗ്ലൈസീൻ അവർക്കത് ഈ ചാപ്റ്റർ ഭയങ്കര പാടായിരിക്കും. കാരണം ബയോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ കമ്പ്യൂട്ടർ എടുത്തത്. അപ്പൊ ഗ്ലൈസീന്റെ സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് 3 ലെറ്റർ എഴുതും. എന്നിട്ട് അതിന്റെ കോഡ് ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമേ എഴുതുള്ളൂ. അപ്പൊ G പറഞ്ഞാൽ ഗ്ലൈസിൻ, അങ്ങനെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ജസ്റ്റ് G പറഞ്ഞാൽ ഗ്ലൈസിൻ. ഇനി ഞാൻ RCHNH2 COH എന്ന് എഴുതി. ഞാൻ ഈ ആറിനെ CH3 വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പൊ എന്തായി? CH3 CHNH2 COH 2 കാർബൺ ആയി. ദിസ് ഇസ് കോൾഡ് alanine. So it can be denoted by ALA and letter will be A. Got? കിട്ടിയോ? Yes or no പറ, എന്നിട്ട് വേണം അടുത്ത പറ. Yes. അപ്പൊ simplest amino acid is glycine, and if I am substituting that by a CH3 group, that is called alanine. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ? ഇതേ സാധനം തന്നെ എടുക്കുകയാണെ, RCH. നിങ്ങൾ എല്ലാ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ഒന്നും പഠിക്കണ്ട, 2-3 അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെ ഞാൻ CH3 2ICH, I am replacing that by an isopropyl group. Isopropyl വെച്ച് replace ചെയ്താൽ that is called valine, VAL, and symbol will be V. Okay. ഐസോപ്രൊപ്പൈലിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത, അപ്പൊ ആൽക്കൈൽ മീഥൈൽ വെച്ച് റീപ്ലേസ് ചെയ്താൽ അലനിൻ, ഐസോപ്രൊപ്പൈൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ വാലിൻ. ഇനി ആറിനെ ഞാൻ CH3 2ICH ദിസ് ഇസ് ഐസോബ്യൂട്ടൈൽ. ഐസോബ്യൂട്ടൈൽ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലൂസിൻ, LEU. ബയോക്കാർ ഇത് കണ്ട് പേടിക്കേണ്ട, സോറി, L.
നമുക്ക് ഒരു എന്തെങ്കിലും ഞാൻ ഇനി പ്രോട്ടീൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അമിനോ ആസിഡിന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ 3 പറഞ്ഞതാണ്. അപ്പൊ 3 പേര് പഠിച്ചല്ലോ. ഗ്ലൈസിൻ, അലനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ ജനറലി ഈ R ഗ്രൂപ്പ് ആണ് നമുക്ക് മാറി മാറി വരിക. അപ്പൊ ഇവിടെ R എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കേണ്ടത് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ്. നമ്മളിവിടെ റെസിഡ്യൂ എന്നാണ് R-നെ പറയാ. ലൈക്ക് അത് റിംഗ് ആവാം, നൈട്രജൻ ഉണ്ടാവാം, സൾഫർ ഉണ്ടാവാം. സോ യു ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഫോർ ആർ ഇൻ ദിസ് അമിനോ ആസിഡ്സ്. അപ്പൊ ഗ്ലൈസിൻ സിംപ്ലസ്റ്റ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, ദെൻ അലനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, ഇനി എന്താ പറയണെന്നറിയോ? അപ്പൊ നമ്മള് പറഞ്ഞു ഓൾ നാച്ചുറലി ഒക്കറിംഗ് ഷുഗേഴ്സ് ബിലോങ്സ് ടു വിച്ച് സീരീസ് എന്നാണ് മിസ് പറഞ്ഞത്? All naturally occurring sugars belongs to which series? Very good. D series എന്നാണ് പറഞ്ഞത്. പക്ഷേ all amino acids, all കണ്ടതൊക്കെ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ്. All natural amino acid belongs to L series. നോട്ട് ചെയ്ത് വെക്കുക. All natural amino acid belongs to L series. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ OH ഒന്നും ഇല്ലല്ലോ. ഇവിടെ NH2ന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ D ആണോ L ആണോ എന്ന് പറയുന്നത്. അതായത് NH2 ഗ്രൂപ്പ് റൈറ്റിലാണെങ്കിൽ D പറയും, NH2 ഗ്രൂപ്പ് ലെഫ്റ്റിലാണെങ്കിൽ L പറയും, വിത്ത് റെസ്പെക്ട് ടു COH. ക്ലിയർ? അപ്പൊ എല്ലാ നാച്ചുറലി ഒക്കറിംഗ് ഷുഗേഴ്സും D സീരീസിലാണ്, പക്ഷെ എല്ലാ നാച്ചുറലി ഒക്കറിംഗ് അമിനോ ആസിഡ്സും L സീരീസിലാണ്. കിട്ടിയില്ല? ക്ലിയർ? അടുത്ത പറയട്ടെ. യെസ്. ഇനി ഇതിന്റെ ക്യാരക്ടറിന്റെ ബേസിൽ, അതായത് അമിനോ ആസിഡിന്റെ ക്യാരക്ടറിന്റെ ബേസിൽ ഇതിനെ രണ്ടാക്കിയിട്ടുണ്ട്. വൺ ഈസ് എസെൻഷ്യൽ അമിനോ ആസിഡ്, other is non-essential amino acid. Okay, based on the character it is classified into two essential and non-essential amino acid. അപ്പൊ നമ്മള് ഇതിൽ പേര് കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തോന്നുക എസെൻഷ്യൽ ആണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിനങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? നോൺ എസെൻഷ്യലിന് നമ്മൾ നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. ബോഡിയുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതിന് എസെൻഷ്യൽ നമുക്ക് പറയാൻ വേണ്ട. സോ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. അപ്പൊ നമുക്ക് അതിനെ അതുകൊണ്ട് നമ്മൾ അതിനെ എസെൻഷ്യൽ എന്ന് പറയുന്നില്ല, കാരണം അത് ഓൾറെഡി ബോഡിയിലുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് പ്രോസസ്സ് ബോഡിയിൽ നടക്കുന്നുണ്ട്. ലൈക്ക് സ്റ്റാർച്ച് ഡീകമ്പോസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ സ്റ്റാർച്ച് ആയിട്ട് അത് ബോഡിയിൽ എന്താ പറയാ ATP എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചല്ലേ, ഫുഡ് സ്റ്റോറേജ് ആയിട്ട് സംഭവിക്കണു. പിന്നെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻബിൽട്ട് ആയിട്ട് ബോഡിയിൽ സംഭവിക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ എത്ര ഹൈ ക്വാണ്ടിറ്റി ഫുഡ് കഴിച്ചാലും നമുക്ക് ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കുറെ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ശരിയാവും. അപ്പോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇങ്ങനെ പോയി പല വഴി കൂടി നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് ഫുഡ് പോണേ, എങ്ങനെയൊക്കെയാണ് അത് ഡൈജസ്റ്റ് ചെയ്യണേ. അതായത് ലിവർ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ, ഇതൊക്കെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മുടെ ഫുഡിന് ഡൈജഷൻ സംഭവിക്കും. വേസ്റ്റ് ഉണ്ടാവും, വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് കളയും. അല്ലെങ്കിൽ അതിൽ നിന്ന് ബോഡിക്ക് എടുക്കേണ്ട ന്യൂട്രിയൻസിനെ ബോഡി അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മൾ ഒരിക്കലും ബോധർ ചെയ്യുന്നില്ല അല്ലെ. വി ആർ നോട്ട് ബോധേർഡ് അബൌട്ട് സച്ച് തിങ്സ്. ഇപ്പൊ നമ്മളൊരു ഇഡ്ഡലിയോ ദോശ കഴിച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലെ, ഇത് പാൻക്രിയാസിൽ പോയോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ബൈൽ ഗോൾ ബ്ലാഡർ അവിടെ ബൈൽ ഉണ്ടാക്കിയോ, അത് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ബിക്കോസ് ദാറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഓൾറെഡി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. സോ വി ആർ നോട്ട് ബോധേർഡ് അബൌട്ട് ദാറ്റ്. അപ്പോ പക്ഷെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. നോട്ട് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. We should get it through diet.
we should get it through diet. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. എപ്പോഴും എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. എസെൻഷ്യലിന് വാലിൻ, ലൂസിൻ, അതിനാണ് ഞാൻ ഈ പേര് മുമ്പ് പറഞ്ഞത്, വാലിൻ, ലൂസിൻ. ഇതിന് ഗ്ലൈസിൻ, അലനിൻ. രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി, ഒരുപാടൊന്നും ഓർത്ത് വെക്കേണ്ട. രണ്ട് എക്സാമ്പിൾ. നോൺ എസെൻഷ്യൽ ഇസ് ഗ്ലൈസിൻ, അലനിൻ, ആൻഡ് എസെൻഷ്യൽ ഇസ് വാലിൻ ആൻഡ് ലൂസിൻ. അപ്പോ ഇതൊരു ക്ലാസിഫിക്കേഷൻ, അതായത് എന്റെ നേച്ചറിനെ, എന്താ പറയാ, ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് എസെൻഷ്യലും നോൺ എസെൻഷ്യലും. അപ്പൊ ഈ സാധാരണ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നത്. ലൈക്ക് ആ പ്രോട്ടീൻ ആണ് നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ നോൺ വെജുകാർക്ക് പ്രോട്ടീൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. അമിനോ ആസിഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അമിനോ ആസിഡ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. നോൺ വെജ് കഴിക്കുന്ന മനുഷ്യന്മാർക്ക് പ്രോട്ടീൻ ഒരു ക്ഷാമവും ഇല്ല. കാരണം ഇവൻ നമ്മൾ ചിക്കനോ അങ്ങനത്തെ ഒക്കെ ഫുഡില് അതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ്. പക്ഷെ എന്താ പറയാ, വെജീസിന് പ്രോട്ടീൻസ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യാൻ വേണം. അതായത് ഇപ്പൊ എന്താ പറയാ, നമ്മളാണ് ഒരുപാട് ദാല് കഴിക്കണം, പിന്നെന്താ പറയാ, നമ്മള് വൈറ്റ് കടല, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഡയറി പ്രൊഡക്ട്സ്, അങ്ങനെ പ്രോട്ടീൻസ് കിട്ടുന്ന ഫുഡ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. അപ്പൊ നോൺ എസെൻഷ്യലും എസെൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നോൺ എസെൻഷ്യൽ മീൻസ് it is synthesized in the body, but essential we are supplementing through diet. This is one classification of amino acid. Another classification is based on the nature ne base ചെയ്തിട്ട് amino acids നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നേച്ചറിനെ ബേസ് ചെയ്തിട്ട് amino acids നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. One is acidic, other is basic, third one is neutral. Okay, this is another classification: acidic, basic and neutral amino acid. Acidic, basic and neutral amino acid. So definitely you know, ipa edoru amino acid ilum rendu functional group essential aanu nammu parnu. Which two functional groups are essential for mone COH ഉള്ളത് കൊണ്ട് എപ്പോഴും അസിഡിക് ആവില്ല. കാരണം NH2 ഗ്രൂപ്പ് ബേസിക് അല്ലേ. അപ്പോ ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ്, അതാണ് ഇപ്പൊ മിസ് പറയാൻ പോണത്. ആരോ ചോദിച്ചു എന്നോട്, വെരി ഗുഡ്. അതായത് ആസിഡ് ഉള്ളതുകൊണ്ട് എപ്പോഴും അസിഡിക് ആവില്ല. ആസിഡും ഉണ്ട്, അമിനോ ഗ്രൂപ്പ് ബേസും ഉണ്ട്. അപ്പോ ഒരു COH-ഉം ഒരു NH2-ഉം മിനിമം വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ COOH ഗ്രൂപ്പിന്റെ എണ്ണം NH2-നേക്കാൾ കൂടുതലാണ് ഒരു അമിനോ ആസിഡ് എങ്കിൽ ദാറ്റ് ഇസ് an acidic amino acid. Is it clear? ആസിഡിന്റെ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പിനേക്കാൾ കൂടുതലാണെങ്കിൽ ദാറ്റ് ഇസ് an acidic amino acid. ആൻഡ് COOH-ന്റെ എണ്ണം NH2-ന്റെ എണ്ണം COH-നേക്കാൾ കൂടുതലാണെങ്കിൽ that will be basic. That is NH2 group number is greater than COH. That will be basic amino acid. Okay. So acidic amino acid എന്ന് പറഞ്ഞാൽ ആസിഡ് ഗ്രൂപ്പിന്റെ ആണ്. ക്ലിയർ ആയോ? ആരോ ചോദിച്ചതോ? അഭിരാമ ചോദിച്ചേ. ആരോട് ഇപ്പൊ ഡൗട്ട് ചോദിച്ചാൽ എപ്പോഴും ആസിഡിക് ആവില്ല. ഡിപ്പെൻസ് ഓൺ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്. COH കൂടുതലാണെങ്കിലേ അസിഡിക് ആവുള്ളൂ. കാരണം നമ്മൾ ആദ്യം RCH NH2 COH എന്നതൊരു സിംപ്ലസ്റ്റ് ആണ്. അതിൽ എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും ആവാം. നോട്ട് ഓൺലി വൺ ആസിഡ് ആൻഡ് വൺ അമിനോ. ഇനി COOH-ന്റെയും NH2 ഗ്രൂപ്പിന്റെയും COH-ന്റെയും NH2-ന്റെ എണ്ണം സെയിം ആവുമ്പോ അതിനെ ന്യൂട്രൽ പറയും. ക്ലിയർ ആയല്ലോ? COH-ന്റെ NH2-ന്റെയും ഗ്രൂപ്പിന്റെ നമ്പർ സെയിം ആവുമ്പോ ദാറ്റ് ഇസ് കോൾഡ് ന്യൂട്രൽ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ബിഹേവിയർ ഇറ്റ് ഇസ് classified into 3 acidic, base. അപ്പൊ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ ഉണ്ട്, എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ ഉണ്ട്, അസിഡിക്, ബേസിക്, ന്യൂട്രൽ ഉണ്ട്. അപ്പൊ അസിഡിക് അമിനോ ആസിഡിന് ഗ്ലൂട്ടാമിക് ആസിഡ്, ഒരു എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെക്കാം. ബേസിക്കിന് ലൈസിൻ, ന്യൂട്രലിന് അത് നമ്മൾ നേരത്തെ പഠിച്ചതാ ഗ്ലൈസിൻ, ഇവൻ അലനീൻ ഓൾസോ. അപ്പൊ അറിയണ പേരായതുകൊണ്ട് രണ്ടെണ്ണം എഴുതി.